രാഹുൽ ഗാന്ധി വന്നാലും ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷത്തിനൊപ്പമേ നിൽക്കുകയുള്ളൂവെന്ന് മന്ത്രി തോമസ് ഐസക്. ബിജെപിയെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിനേ കഴിയൂ. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേരളത്തിൽ കോലീബി സഖ്യം ദുഷ്കരമാകുമെന്നും മന്ത്രി റിപ്പോർട്ടറോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ തിരക്കിലാണ് മന്ത്രി തോമസ് ഐസക്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ ചുമതലയും മന്ത്രിക്കുണ്ട്. കൊല്ലത്തിന്റെ സാധ്യതകളെക്കുറിച്ച് മന്ത്രി വിശദീകരിക്കും. മിനിസ്റ്റർ, എത്തരത്തിലാണ് കൊല്ലത്ത് നിലവിലുള്ള സാഹചര്യം? കൊല്ലത്ത് LDF ഇത്തവണ ജയിക്കും. 1,70,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നിയമസഭയിലുണ്ട്. എത്ര കുറഞ്ഞാലും ഇത്രയല്ലേ കുറയ്ക്കാൻ പറ്റും. ഇവിടെയുള്ള ചില അപകടകരമായ നീക്കങ്ങളുണ്ട്. അത് ഞങ്ങൾ കണ്ടറിഞ്ഞ് പ്രതിവിധി നേടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1.5 ലക്ഷം ഉള്ള BJP വോട്ട് പിടിക്കാനല്ല, വോട്ട് മറിക്കാനാണ് സ്ഥാനാർത്ഥി നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പം അത് തുറന്നു കാണിച്ചിട്ടുള്ള ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണം നടത്തും. ഈ നീക്കം ന്യൂനപക്ഷങ്ങളിലെല്ലാം ആശങ്കയുണ്ടാക്കും. അത് അവരുടെ ഇടയിൽ കൂടുതൽ അനുകൂലമായൊരു സാഹചര്യം LDFന് സൃഷ്ടിക്കുന്നത്. അതുപോലെ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ വളരെ പ്രകടമായിട്ടുള്ള സ്വാധീനവർദ്ധന നമുക്ക് കാണാൻ. പിന്നോക്ക സമുദായങ്ങളുടെയൊക്കെ മൊത്തത്തിലെടുത്താൽ ഇന്ന് LDFനെതിരായിട്ടുള്ള അങ്ങനെയുള്ളൊരു നീക്കമേ ഇല്ല. എല്ലാറ്റിലും ഒരു സർക്കാരിൻ്റെ പ്രവർത്തനം. ഈ ഇലക്ഷൻ കാലത്തല്ലേ 5,600 രൂപ ചെല്ലുന്നത്. ഈ ഇലക്ഷൻ കാലത്തല്ലേ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പാക്കേജുകൾ ചെല്ലുന്നത്. ഇതൊക്കെ താഴത്ത് വലിയ ആരവം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ വോട്ടാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. ഇപ്പോൾ UDF നേതാക്കൾ പറയുന്നത് രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ വലിയ തരംഗമുണ്ടാക്കും. ഇത്തരത്തിൽ എന്തെങ്കിലും കാഴ്ചപ്പാടോ ഭയമോ CPMനുണ്ടോ? UDFൻ്റെ നേതാക്കന്മാർക്ക് അത്ര ആവേശമുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമില്ലെന്ന് ഞാനെങ്ങനെ പറയണേ? അവർക്ക് ആവേശമുണ്ട്. പക്ഷെ അതുപോലെ ഞങ്ങൾക്കും ആവേശം വരില്ലെന്ന് ഇവന്മാരെ നേരിടാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് ആവേശം കൂടുന്നു. നിശ്ചയമായിട്ടും അതുപോലുള്ള പ്രതിരോധവും ഇടതുപക്ഷത്തിനുണ്ടാവും. ഇടതുപക്ഷം കേരളത്തിൽ ഇങ്ങനെയുള്ള വെല്ലുവിളികളൊക്കെ നേരിട്ടല്ലേ വന്നിട്ടുള്ളത്. ഇവിടുത്തെ രാഷ്ട്രീയ ബലാബലത്തിൽ ഒരു സ്ഥാനാർത്ഥി മാറി വരുമ്പോഴത്തേനും ആകെ കീഴ്മ മറിയുന്നത് എങ്ങനെയാണ്? അതൊക്കെ അതിരുകവിഞ്ഞിട്ടുള്ള ഭാവനകളാണ്. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സംസ്ഥാനമല്ല കേരളം. ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ സ്ത്രീ വോട്ടുകൾ, മുന്നോക്ക സമുദായങ്ങളടക്കമുള്ള വോട്ടുകൾ ലഭിക്കാതെ വരുമെന്നും ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ന്യൂനപക്ഷ വോട്ടുകൾ ലഭിക്കുമെന്നൊക്കെയാണ് CPM വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥം ഇത്തരത്തിൽ ഏതെങ്കിലും ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഈ കോൺഗ്രസിലേക്കോ UDFിലേക്കോ പോകാൻ സാധ്യതയുണ്ട്? കൊല്ലം മണ്ഡലം ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി മോഡിക്കെതിരായിട്ട് അഭ്യർത്ഥനയെ പോലും വിമർശനം വെക്കുന്നില്ല. മോഡിക്കെതിരായിട്ട് അത് രാഹുൽ ഗാന്ധി ഒന്നാം മാറുന്നു. ആ അഭ്യർത്ഥനയായിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ഡൽഹിയിൽ എന്താണെങ്കിലും കേരളത്തിൽ ഇടതുപക്ഷമേ ഉള്ളൂ ഈ RSSനെ ചെറുക്കാൻ എന്ന് കഴിഞ്ഞൊരു വർഷക്കാലത്തെ സംഭവങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യം. ഈ വർഗീയ ശക്തികളോട് വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനം ഇടതുപക്ഷമാണെന്ന്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വന്നുകൊണ്ടൊന്നും ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളൊക്കെ പടലമറിയാൻ പോകുന്നില്ല. ഈ കോലീബി സഖ്യം ഉണ്ടായിരുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ഇപ്പോൾ രാഹുലിൻ്റെ സ്ഥാനാർത്ഥം എത്തിയതോടെ ഈ ഒരു സഖ്യം ഇപ്പോൾ ഉണ്ടോ? കോലീബി സഖ്യം വളരെ പ്രകടമാണ്. പക്ഷേ ഇപ്പോൾ രാഹുൽ വരുമ്പോൾ അതിന് ന്യായീകരിക്കാൻ ബന്ധപ്പെടേണ്ടി വരും. ദേശീയ ശ്രദ്ധയിലേക്ക് വരിക. BJPക്ക് കഴിയോ ഈ വോട്ട് കച്ചവടം? കേരളത്തിലെ BJP നേതൃത്വം വോട്ട് കച്ചവടം നടത്തി നല്ല ശീലമുള്ളവരാണ്. അതുകൊണ്ട് അവർക്കതിന് പ്രയാസമില്ല. പക്ഷേ ദേശീയ തലത്തിൽ ഇവിടെ രാഹുൽ മത്സരിക്കുന്ന ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നു എന്നൊക്കെ വരുന്നത് അത് വളരെ ഗോപ്യമായിട്ട് ചെയ്യേണ്ടി വരും. തുറന്നുള്ള ഏർപ്പാടുകൾക്ക് ദുഷ്കരമായി തീരുന്ന ഒരവസ്ഥയുണ്ടാകും. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്ലേ ഔട്ട് ചെയ്യാൻ പോകണമെന്നുള്ളത്. സംസ്ഥാനത്ത് എങ്ങനെയാണ് ഒരു സാഹചര്യം ഇപ്പോഴുള്ളത്? സംസ്ഥാനത്തിൽ LDFന് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. സീറ്റിൻ്റെ എണ്ണമൊന്നും പറയണ്ട. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ എത്രയോ മെച്ചപ്പെട്ട റിസൾട്ട്. കഴിഞ്ഞ തവണ ജയിക്കാത്ത എത്രയോ മണ്ഡലങ്ങൾ ഉറച്ച മണ്ഡലങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ആലപ്പുഴ പോലുള്ളത്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നില ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ട് മെച്ചപ്പെടും.
തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകൾ മെച്ചപ്പെടുമെന്നാണ് മന്ത്രി തോമസ് ഐസക് പറയുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള ഒരു സ്ഥാനാർത്ഥിത്വം ഒരു കാരണവശാലും CPM-നെ ബാധിക്കില്ലെന്നാണ് മന്ത്രി പറയുന്നത്. ക്യാമറമാൻ അഭിലാഷിനൊപ്പം ഷമീർ, റിപ്പോർട്ടർ, കൊല്ലം.